ഹലോ മച്ചന്മാരെ, മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ ഈ മൈക്കിലൂടെയാണ് സംസാരിക്കുന്നതെന്ന്. പക്ഷേ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിലൂടെയാണ്. നമ്മുടെ കുറേ ബിഗിനേഴ്സായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്. സോ അവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, വിഫൈൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ USB മൈക്കാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഫാസ്റ്റ് റിവ്യൂ ആയിരിക്കും, ഡീറ്റെയിലിങ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഒരുപാട് നിങ്ങളായിട്ട് ഞാൻ ബോറടിപ്പിക്കത്തില്ല. എനിവേ നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു തരാം. എനിവേ നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫീച്ചേഴ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു മൈക്കിൻ്റെ ബോക്സിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട 3 ഫീച്ചറുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഇതിനകത്ത് മോണിറ്ററിങ് സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ വോളിയം, പിന്നെ മ്യൂട്ട്. ഈ ഒരു മൈക്കിനകത്ത് നമുക്ക് ലൈവ് മോണിറ്ററിങ് സിസ്റ്റം അവൈലബിൾ ആണ്. അതായത് ഈ ഒരു മൈക്കിൻ്റെ ബാക്ക് വശത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ആയിട്ടൊരു ഹെഡ്ഫോണിൻ്റെ ജാക്ക് കാണാം. ഈ ഒരു ജാക്കിലൂടെ നമുക്ക് ഒരു ഹെഡ്ഫോൺ കണക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാടുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളോ ലൈവായിട്ട് നിങ്ങൾക്ക് ഹെഡ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. സോ ഇവിടുന്ന് ഒരു ഓഡിയോ സ്പ്ലിറ്റർ കൊടുക്കുകയാണെങ്കിൽ 2 പേർക്ക് അറ്റ് എ ടൈം മോണിറ്റർ ചെയ്യാനും സാധിക്കുന്നുണ്ട്. സോ അതൊരു സ്പ്ലിറ്ററിൻ്റെയും ഈ ഒരു മൈക്കിൻ്റെയും ഒക്കെ തന്നെ ബൈ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടോ ഒരു വോളിയം കൺട്രോൾ ചെയ്യാനുള്ളൊരു നോബ് കാണാൻ സാധിക്കും. ഇനി നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് മ്യൂട്ട് ബട്ടൺ ആണ്. അതായത് ഞാൻ ഡിസ്കോഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഇപ്പം തരംഗമായിക്കൊണ്ടിരിക്കുന്ന ക്ലബ് ഹൗസും യൂസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നൊരു ബട്ടണാണിത്. ഈ മൈക്കിൽ ഈ ഒരു ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൈക്ക് മ്യൂട്ടാവും. നിങ്ങൾ സിസ്റ്റത്തിലൊന്നും മ്യൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. സോ അങ്ങനത്തെയും കുറച്ച് ഫീച്ചേഴ്സ് ഈ ഒരു മൈക്കിൽ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൈക്കിനകത്ത് നമുക്ക് ബൂമാംസോ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൈക്കിൽ നമുക്ക് കൂട്ടത്തിൽ കിട്ടുന്നത് ഈ ഒരു സ്റ്റാൻഡ് മാത്രമാണ്, ഒരു ടേബിൾ ടോപ്പ് സ്റ്റാൻഡാണ്. സോ ഇങ്ങനെ ആയിരിക്കും ഈ ഒരു മൈക്കിൻ്റെ വരിക. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ബൂമാംസ് മേടിക്കാൻ കിട്ടും. സോ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു മൈക്ക് മേടിക്കാൻ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ മോഡലായിട്ടുള്ള 699 എന്ന് പറയുന്ന ആ ഒരു മോഡലായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക. ആ ഒരു മൈക്കിനകത്ത് നമുക്ക് ബൂമാംസ് കിട്ടുന്നുണ്ട്, ഫോ ഫിൽറ്റർ കിട്ടുന്നുണ്ട്, അങ്ങനെ കുറേ രീതിയിലുള്ള കാര്യങ്ങൾ ആ ഒരു ബോക്സിനകത്ത് തന്നെ സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. ബട്ട് ഇതിനകത്ത് അതൊന്നുമില്ല. ജസ്റ്റ് ഒരു മൈക്ക് കാണും, അതേപോലെ തന്നെ ഒരു ചെറിയൊരു പോപ്പ് ഷീൽഡ് കാണും, അതേപോലെ നമുക്ക് ടേബിൾ ടോപ്പിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാൻഡും കിട്ടും. സോ ഇതാണ് എൻ്റയർലി ഒരു ബോക്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു മൈക്കിലൂടെ ഞാൻ പാടിയിട്ടുള്ള ഒരു സോങ്ങിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് എഡിറ്റഡ് വോയിസ് ആണ്, കുറച്ച് ഓട്ടോ ട്യൂൺസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെ ഇരിക്കും ഈ ഒരു മൈക്കിലൂടെ നമ്മൾ നല്ലൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ മച്ചന്മാരെ, ഇതെങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പം നമുക്ക് ഇങ്ങനത്തെ 2 പാർട്സ് കിട്ടും. ഇതിൻ്റെ ത്രെഡ് ആണെങ്കിൽ ഭയങ്കരമായിട്ടും അങ്ങനെ തേഞ്ഞു പോകുന്നൊരു സംഭവമാണ്, അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധയോടെ ചെയ്യുക. അതേപോലെ തന്നെ ഈ സംഭവം ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു സംഭവം ഇവിടേക്ക് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു റിങ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് മൈക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മൈക്ക് ഇവിടേക്ക് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മുടെ മൈക്ക് ഇവിടെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു നോബ് തിരിച്ചുകൊണ്ട് ഈ ഒരു മൈക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ കൂട്ടത്തിലൊരു കേബിൾ വരുന്നുണ്ട്. മച്ചന്മാരെ, വേണ്ട ഇതാണ് ഈ ഒരു മൈക്കിൻ്റെ കേബിള്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട ഭാഗം മൈക്കിലേക്ക്. അതിനുശേഷം
ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് USB A പോർട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ടൈപ്പ് C പോർട്ടും കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മൊബൈലിലും കണക്ട് ചെയ്യാം, അതേപോലെ തന്നെ ലാപ്പിലും കണക്ട് ചെയ്യാം. സോ അങ്ങനത്തെ ഒരു എൻഡാണ് ഈ ഒരു കേബിളിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനായാസം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് C ടൈപ്പ് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൈക്ക് നിങ്ങളുടെ ഫോണിലേക്ക് വളരെ അനായാസം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈക്കാണ്. എനിവേ നല്ല ലെങ്തി ആയിട്ടുള്ളൊരു കേബിളാണ്. ഇത് കണ്ടോ, നല്ല ലെങ്തിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു മൈക്കെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില സമയങ്ങളിൽ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു മൈക്കിന് നല്ല ഓഫർ അല്ലെങ്കിൽ ലൈറ്റ്നിങ് ഡീലൊക്കെ ചിലപ്പം നമ്മുടെ ആമസോണിൽ ലഭിക്കും. സോ ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ പോയിട്ട് ഈ ഒരു മൈക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെറ്റർ ഓഫറിന് നിങ്ങൾക്ക് ഈ ഒരു മൈക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എനിവേ നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ ഓഡിയോ ടെസ്റ്റിലേക്ക് പോകാം. अंधेरे में दीप है तू मेरा, दर्द में है तू सुकून मेरा, यीशु मेरा चरवा, रात में दिन में भी मुझको तू संभालता, साथ है मेरे संग യേശുവാ. എനിവേ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യും. മറ്റൊരു അടിപൊളി വീഡിയോയിൽ ഇതുപോലത്തെ ടെക് ന്യൂസ് ആൻഡ് റിവ്യൂ അൺബോക്സിങ്ങുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ഇറ്റ്സ് മീ AshishTechy. ടൈം ടു വൈൻഡ് അപ്പ് ദ ഷോ ആൻഡ് ബൈ. रात में दिन में भी मुझको तू संभालता, साथ है मेरे संग യേശുവാ.